എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചൈന ഗ്രാസ് ജലാറ്റിൻ ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു പാവം പുഡിംഗ് ആണ്. അപ്പോൾ കോഫി ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന പുഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്രയും നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി അല്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണം നിങ്ങളുടെ പുഡിങ്ങിന് ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കോഫി പൗഡറിൻ്റെ സ്മെല്ല് അത്ര അധികം ഇഷ്ടമല്ലെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഞാനിവിടെ 1/4 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും 2 കപ്പ് പാലാണ് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് വേണ്ടത്. അതിൽ നമ്മൾ 1/4 കപ്പ് പാൽ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ, അതായത് നമ്മുടെ മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരും മധുരം വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല. ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയട്ടെ. കൂടെ തന്നെ നമ്മുടെ പാല് തിളച്ച് വരുന്നുമുണ്ട്. പാല് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലവറിൻ്റെയും കോഫി പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഈ കോൺഫ്ലവർ നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമ്മൾ വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല, കാരണം പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ പാല് ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സമയത്ത് മധുരം നോക്കുക. മധുരം കറക്റ്റ് അല്ല, ഇനി വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ കറക്റ്റ് മധുരം ഉണ്ട്. അതേപോലെ തന്നെ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു 1 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും. പക്ഷേ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാകം അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കതിലേക്ക് ഒന്ന് മുക്കി നോക്കാം. എന്നിട്ട് ആ സ്പൂൺ എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയിൽ വേണം നിങ്ങളുടെ പുഡിംഗ്, നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, കൂടുതൽ ചൂടാറാൻ പാടില്ല. ഇനി ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഏതെങ്കിലും ബൗളിൽ വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡ്സിലൊക്കെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. ചോക്ലേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 ഗ്ലാസ് അതേപോലെ ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ്സ് ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അത് ഈ കോഫി പുഡിങ്ങിന് ഒരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താഴത്തെ ലെയറായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് പൊടിക്കുമ്പോൾ ഭയങ്കര ഫൈനായിട്ട് പൊടിക്കാൻ പാടില്ല, കുറച്ച് തരിയോട് കൂടെ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ കോഫി പുഡിങ്ങിൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടെ ബിസ്ക്കറ്റ്സ് പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ പൊടിച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ 2 ഗ്ലാസ്സിലായിട്ട് ഇതേപോലെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മാക്സിമം നട്ട്സൊക്കെ ഇട്ടിട്ട് ഇതേപോലെ സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോഴാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആവും. മീൻസ് അവരുടെ വയറ്റിലൊക്കെ നട്ട്സൊക്കെ എത്താനായിട്ട് ഒരു നല്ല വഴിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ കുട്ടികളത് എന്തായാലും കഴിക്കും ചെയ്യും. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ചും കൂടെ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് നിർബന്ധമില്ല, അഥവാ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 3 മണിക്കൂർ തൊട്ട് ഒരു 6 മണിക്കൂർ വരെ നമുക്കിത് ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പോട് കൂടി കഴിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. തണുപ്പില്ലാതെ കഴിക്കാനായിട്ട് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ കോഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ പുഡിംഗ് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും.